നമുക്ക് അത്താഴം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടുകാരെ ഓർമ്മ വരും. ഞാൻ പറഞ്ഞത് ശരിയല്ല? ആ നല്ല കഞ്ഞും ഉണക്കമീൻ പൊരിച്ചതും പപ്പടൊക്കെ ആയിട്ട് രാവിലെ ഒരു കഴിക്കണ്ടല്ലോ, ആ ഒരു സുഖം എവിടെയും കിട്ടൂലല്ലോ. എന്നാലും നമ്മുടെ ഈ പ്രവാസ ലോകത്ത് ഇങ്ങനെ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ ഒന്നോ രണ്ടു പേരുണ്ടാവും ഇതുപോലെ ഫുഡ് ഉണ്ടാക്കുന്നവര്. അവർ കാരണം മറ്റുള്ളവരൊക്കെ ഹാപ്പി ആവുന്നതും അവർക്കൊരു ഇഷ്ടമായിരിക്കും. രാവിലെ ആണെങ്കിൽ നമുക്കൊരു സുലൈമാനി വിട്ടിട്ടൊരു കളിയില്ല കേട്ടോ. നല്ലൊരു സുലൈമാനിക്ക് നല്ല മിൻറ്റിട്ട് പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് ഏത് വഴിക്ക് പോയതാണ്. അതായത് നോമ്പല്ല ദിവസം. നല്ല സുലൈമാനിയും പിന്നെ നല്ല റൈസ് ഉണ്ടാവല്ലോ, നല്ല മന്തി റൈസ് പോലുള്ള ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ വന്നത് ഈ കിച്ചണിലേക്കാണ്. കിച്ചണിൽ വന്ന് ഫുഡ് കഴിക്കുന്നതും കുറച്ച് പേര് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരും കൂടി വന്നപ്പോൾ ഈ വീഡിയോയിലുള്ള സ്ക്രീൻ ഫുൾ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത്താഴത്തിന് കഞ്ഞി ഇഷ്ടമുള്ളവർ ഒന്ന് കമന്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഈ റമദാൻ കഴിയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു അടിപൊളി കഞ്ഞി കഴിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വരാം. അതും അത്താഴത്തിന് തന്നെ ആയിക്കോട്ടെ അല്ലെ. ഇതുപോലെ ഒരുമിച്ച് കഴിക്കുമ്പോൾ എനിക്ക് വീട്ടുകാരായിട്ട് ഓർമ്മ വരുന്നത്, ഞാൻ എന്റെ ലൈഫിൽ കഞ്ഞി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് എന്റെ ലൈഫ് ലോങ് ഞാൻ കഞ്ഞിയായിട്ടൊന്നും ജീവിക്കാറൊന്നും. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. റമദാനിൽ ഈ വ്ലോഗിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് സഫ്വാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് കൂടിക്കോട്ടെ. അപ്പൊ ഓക്കെ, ബൈ.